ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഹരി. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുറെ പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. ഹൗ ടു സ്റ്റാർട്ട് എ യൂട്യൂബ് ചാനൽ. അതെങ്ങനെയാണ് സക്സസ്ഫുള്ളി മുമ്പോട്ട് കൊണ്ടുപോവുക, അതാണ്. അപ്പൊ നമ്മൾ ആദ്യം യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് നമ്മൾ എടുക്കേണ്ട കുറച്ച് തീരുമാനങ്ങളുണ്ട്. യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ നമ്മളെ കളിയാക്കാനുണ്ടാവും. അല്ലാതെ ഒരു യൂട്യൂബ് ചാനൽ നമ്മൾ തുടങ്ങുകയാണ്, അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് തുടങ്ങാന്ന് പറയുമ്പോൾ അടിപൊളി നീ ചെയ്യടി, നിനക്ക് പറ്റും, അടിപൊളി നിനക്ക് സാധിക്കും, നീ ചെയ്യെന്ന് പറയണ ആൾക്കാരെക്കാളും എന്റെ ഹരിതേ നിനക്ക് വട്ടാണോ, നാണണ്ട ഈ ആൾക്കാരെ മുമ്പിൽ ഈ ഫോണും കൊണ്ട് നടക്കണേ, അങ്ങനെ ചോദിക്കുന്നവരും നമ്മളെ മാനസികമായിട്ട് തളർത്തുന്ന ആൾക്കാരായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുക. സമൂഹത്തിലായാലും ഓൺലൈനായിട്ട് എല്ലാവിടെയും ഉണ്ടാവുക. പക്ഷെ ഞാൻ 2-3 വീഡിയോ ഇട്ട് തുടങ്ങിയപ്പോഴത്തേക്കും ആ മനോഭാവം മാറിയ ആൾക്കാരെ കേട്ടാ. അപ്പൊ നല്ല തൊലിക്കട്ടിയോടുകൂടി നമ്മളിൽ നമുക്കൊരു വിശ്വാസം വേണം. പിന്നെ എന്ത് പറഞ്ഞാലും പാവം ബുദ്ധിയില്ലാത്തോണ്ട് പറയുന്നതല്ലേന്ന് വെച്ച് ക്ഷമിക്കാനുള്ള ഒരു മനസ്സ് വേണം. എല്ലാത്തിനും കയറി അങ്ങോട്ട് പ്രതികരിക്കാണ്ടിരിക്കുക. ഈ ചിലപ്പ് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല, വേണ്ട, താല്പര്യമില്ലാത്തൊരു കേൾക്കണ്ട, മ്യൂട്ടാക്കി വെച്ച് കണ്ടോളൂ, അങ്ങനെ പറയാ. അല്ലാതെ നമ്മൾ അവരെ ഇതാക്കാൻ നിൽക്കണ്ട, പ്രകോപിക്കാൻ ഇതാക്കാൻ നിൽക്കണ്ട. അപ്പം നമ്മള് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏത് രീതിയിലുള്ള വീഡിയോസ് ആണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ആദ്യം തീരുമാനിക്കണം. എപ്പോഴും നമ്മളൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോഴേ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ അത്രയും നല്ലതാ. എന്താന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നില്ലല്ലോ. അല്ലെങ്കിൽ കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അയ്യോ ഇനി ഞാൻ അടുത്ത വീഡിയോ എന്ത് ചെയ്യും, ഇല്ല റീച്ച് ഒന്നും കിട്ടില്ല, അങ്ങനത്തെ ഒരു സംഭവം വരും. അപ്പൊ ഒരിക്കലും നമ്മളൊരു വീഡിയോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങി കുറച്ച് വീഡിയോസ് ഇടുമ്പോഴേക്കും നമ്മളെ പെട്ടെന്ന് അങ്ങോട്ട് റീച്ച് ആവൂല, മില്യൻ അടിക്കൂല, നമ്മളെ നല്ലതാണെന്നല്ലോ എന്ന് 10 പേര് പറയൂല, ഇറങ്ങുമ്പോഴേക്കും ആൾക്കാർ അറിയൂല. അപ്പൊ നമുക്ക് സന്തോഷത്തിന് നമ്മള് ചാവണ വരെ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് യൂട്യൂബിൽ എപ്പോഴെങ്കിലും പണ്ടത്തെ ഓർമ്മകളൊക്കെ കാണാൻ തോന്നുമ്പോൾ ബേസ് ആകുമ്പോഴാണെങ്കിൽ എടുത്ത് നോക്കാലോ എന്നുള്ള രീതിയിൽ അങ്ങോട്ട് തുടങ്ങുക. ഒന്നും വേറെ എക്സ്പെക്ടേഷൻ വെക്കണ്ട. എന്നിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്തു പോവാ. ഞാൻ ഫോളോ ചെയ്യുന്നത് ഒരു ലോങ് വീഡിയോ ആഴ്ചയിൽ ഒരു ലോങ് വീഡിയോ, അതുപോലെ 1.5 ഇട്ട് ഷോർട്സ് ഇടും. അതായത് ഇന്നിട്ട നാളെ ഇടില്ല, മറ്റന്നാടും, അങ്ങനെ ഒരു ദിവസം ഇടവിട്ടിട്ട് ഷോർട്ട് വീഡിയോ ഇടും. ലോങ് വീഡിയോ ഒരെണ്ണം ആഴ്ചയിൽ ഇടും. എനിക്ക് അത്ര പറ്റുള്ളൂ. എന്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് അത്രയും സംഭവങ്ങൾ എഡിറ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കുള്ളൂ എന്ന് മുൻകൂട്ടി അറിയണ കാരണം കൊണ്ട് ഞാൻ അതാണ് ഇപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കണേ, തുടങ്ങി അന്ന് തൊട്ട് ഇന്ന് വരെ. അപ്പൊ നിങ്ങൾക്ക് 2 വീഡിയോ ഒക്കെ ഇടാൻ പറ്റുമെന്ന് വെച്ചാൽ നല്ലതാണ്. പക്ഷെ തുടക്കത്തിൽ അത്രയും പ്രഷർ തലയിൽ വെക്കാണ്ടിരിക്കുകയാണ് നല്ലത്. പിന്നെ ഇതൊരു വെറുതെ ഒരു ഫണ്ണായിട്ട് അങ്ങോട്ട് തുടങ്ങാം, നമ്മുടെ ഇഷ്ടങ്ങൾ പറയാം. പിന്നെ തെറ്റുകളൊക്കെ വരും, ആൾക്കാർ നമ്മളെ അത് തിരുത്തി തരുമൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനെയൊന്നും പേടിക്കണ്ട, നമ്മൾ മനുഷ്യരല്ലേ. അപ്പൊ നമുക്ക് എന്ത് തെറ്റും പറ്റാം. ഇപ്പൊ എന്റെ ശരികൾ നിങ്ങളുടെ ശരികളാവില്ലല്ലോ. അപ്പൊ കുറെ തെറ്റുകൾ വരും. അതൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. നമ്മൾ ആരും വേദനിപ്പിക്കാണ്ടോ ഒരാളെ കുറിച്ചും നമ്മൾ മോശമായിട്ട് സംസാരിക്കാണ്ട് മുമ്പോട്ട് പോവാ. നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ ഇഷ്ടങ്ങൾ പറഞ്ഞ് വേറെ ആരും ഇതാക്കാതെ നമ്മൾ മുമ്പോട്ട് പോവാ. അപ്പൊ അങ്ങനെ പറ്റിയ സബ്ജക്റ്റുകൾ എന്താണ്, നിങ്ങൾക്ക് ഡ്രസ്സിങ്ങിലാണോ താല്പര്യം, അപ്പൊ ഡ്രസ്സ് ഡിസൈനിങ് അങ്ങനെയാണോ, ആ ഒരു ഫീൽഡാണോ, അല്ലെങ്കിൽ പടം വരയ്ക്കുക. ഇപ്പൊ എന്റെ ഇൻട്രസ്റ്റ് വെച്ച് ഇതുപോലെ ഒരുപാട് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് മെയിനായിട്ട്. അപ്പൊ പിന്നെ ഞാൻ എന്റെ ഡെയിലി ലൈഫിൽ വരുന്ന കുറച്ച് ഇൻട്രസ്റ്റിംഗ് പാർട്ടാണ് ഞാൻ കാണിക്കാറ്. അതാവുമ്പോ ഞാൻ കണ്ടന്റ് തപ്പി പോവാറില്ല. എനിക്ക് വരുന്നത് എന്താണോ അതാണ് ഞാൻ കണ്ടന്റ് ആക്കി ഇടാറ്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണോ മുമ്പോട്ട് പോകാൻ പറ്റുക അത് തീരുമാനിച്ച് നിങ്ങൾ ആദ്യം ഫിക്സ് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾ ചെയ്യേണ്ടത് നമുക്ക് എങ്ങനെയാണെങ്കിലും ഒരു സ്മാർട്ട് ഫോൺ വേണമല്ലോ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട്. അപ്പൊ ഒരു സ്മാർട്ട് ഫോൺ വേണം. അതിൽ യൂട്യൂബ് എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. യൂട്യൂബ് സ്റ്റുഡിയോയും കൂടി ഡൗൺലോഡ് ചെയ്യണം. യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഉണ്ട്. അതിലാണ് നമ്മുടെ വീഡിയോയുടെ റീച്ച്, കാര്യങ്ങള്, ഏണിങ്സ് ഇതെല്ലാം അറിയാൻ പറ്റുന്നത്. അത് തുടക്കം തന്നെ ഡൗൺലോഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോക്ക് നല്ല റീച്ച് ഒക്കെ ആയി കഴിഞ്ഞാലാണ് അതൊക്കെ ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. അപ്പൊ ആദ്യം തന്നെ ഒരു ചാനൽ തുടങ്ങണം എന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബ് എടുക്കുമ്പോൾ ഇവിടെ ഹോം, പ്ലസ് അങ്ങനെ കുറെ സംഭവങ്ങൾ ഇങ്ങനെ കിടക്കില്ലേ. അതിന്റെ അടിയിലായിട്ട് യു എന്ന് പറഞ്ഞിട്ട് അറ്റത്തൊരു റൗണ്ട് കിടക്കണ്ട, യു, അതായത് നമ്മള്. അത് തൊട്ട് കഴിഞ്ഞിട്ട് അതിൽ നമ്മളൊരു പ്രൊഫൈൽ പിക്ക് കൊടുക്കാൻ ഒരു സ്ഥലം ഉണ്ടാവും. അതുപോലെ ബാക്കിൽ ഇങ്ങനെ കാണുന്ന ഒരു ബാനർ, ഒരു നീട്ടത്തിൽ നല്ല വലുപ്പത്തിലുള്ള ഒരു ബാനർ കൊടുക്കേണ്ടി വരും. പിന്നെ അതിലൊരു ഇമെയിൽ ID, നമ്മൾ യൂസ് ചെയ്തേക്കണതിനെ കൊടുക്കണേക്കാളും നല്ലത് എപ്പോഴും ഒരു പുതിയ ഇമെയിൽ ID എടുത്ത് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. എന്താ വെച്ചാൽ ഫ്രഷ് ആയിട്ട് ഒരു ഇത് തുടങ്ങുന്നതാണ് നല്ലത്. ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണേൽ റീച്ച് ഇല്ലെങ്കിലും അത് പിന്നെ റീച്ച് വരില്ല എന്നൊക്കെ ആൾക്കാർ പറയുന്നത് വെറുതെയാണ്. അതൊക്കെ വരുമൊക്കെ ചെയ്യും. പക്ഷെ
എപ്പോഴും നല്ലത് പുതിയൊരു ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതല്ലേ. നമ്മളൊരു വീഡിയോ നമ്മൾ പ്രൊഫഷണലി ഒരു യൂട്യൂബർ ആവാനായിട്ട് വിചാരിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ടൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുക. അതിനാദ്യം തന്നെ നല്ല ക്ലിയർ ആയിട്ട് ബാനർ കൊടുക്കാൻ പറ്റിയ ഒരു നല്ല ക്യാമറയിൽ എടുത്ത ഏതെങ്കിലും ഒരു പിക്ചർ വേണം അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കാൻ. പിന്നെ നമ്മുടെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ ചാനലിന് ലോഗോയാണോ എന്താ കൊടുക്കുന്നത് അത് പ്രൊഫൈൽ പിക്ക് അതായത് DP പോലെ കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനലിന് ഇടാൻ പറ്റിയ ഒരു പേര്, അത് കുറെ ആൾക്കാർ എടുത്തേക്കുന്ന പേരുകളല്ലാതെ നമ്മുടെ പേര് വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സംഭവം പേരായിട്ട് ഇടാം. പിന്നെ അതിൽ ക്രിയേറ്റ് ചാനൽ എന്ന് കൊടുത്തിട്ടുണ്ടാവും. അവിടെ പോയി ഇമെയിൽ ID കാര്യങ്ങളെല്ലാം കൊടുക്കുക, ക്രിയേറ്റ് ചാനൽ കൊടുക്കുക. അപ്പൊ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയി. യൂട്യൂബിൽ നമ്മൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. പിന്നെ അതിൽ നമ്മൾ വീഡിയോസ് ഇടണം. വീഡിയോസ് ഇടുമ്പോൾ ഒരു പാറ്റേൺ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ഇപ്പൊ എല്ലാ ദിവസവും ഇടാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ഷോർട്സ് എല്ലാ ദിവസവും ഇടാം. വലിയ വീഡിയോ 2 എണ്ണം ഇടാൻ പറ്റും 2 എണ്ണം ഇടാം. അത് നമ്മൾ എന്താണോ തീരുമാനിക്കണേ. ഇപ്പൊ നിങ്ങൾക്ക് അത്രയൊന്നും പറ്റില്ലെങ്കിൽ നിങ്ങൾ അതൊന്നും തലയിലെടുത്ത് വെക്കേണ്ട. ആദ്യമേ നിങ്ങൾ ഇപ്പൊ ഒരു 3-4 ഷോർട്സ് ആഴ്ചയിൽ ഇടാനും ഒരു ലോങ് വീഡിയോ ആഴ്ചയിൽ ഇടാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ മുമ്പോട്ട് പോവുക. യൂട്യൂബ് കമ്പനി നോക്കുന്നത് നമ്മൾ ഇത് സീരിയസ് ആയിട്ടാണോ ഇത് തുടങ്ങിയേക്കണം, അല്ലെങ്കിൽ വെറുതെ വീഡിയോസ് എപ്പോഴെങ്കിലും ഒക്കെ ഇട്ട് വെറുതെ വീഡിയോ കണ്ടു പോകാനാണോ, അങ്ങനെയാണോ എന്നാണ് അവര് ശ്രദ്ധിക്കുക. നമ്മള് ആൾക്കാരെ ബോധിപ്പിക്കുന്നേക്കാളും ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണെന്ന് യൂട്യൂബിന്റെ ഹെഡിലിരിക്കുന്ന ആൾക്കാരെയാണ് ബോധിപ്പിക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ തുടക്കത്തിൽ തൊട്ട് ഫോളോ ചെയ്യുന്ന ഒരു ക്രൈറ്റീരിയ, എത്ര വീഡിയോസ് ഇന്ന ടൈമിൽ ഇങ്ങനെ ഇടും, അങ്ങനെ അത് നമ്മൾ ഫോളോ ചെയ്യുക. ഞാൻ ഷോർട്സ് എല്ലാ ദിവസവും വൈകുന്നേരം, എല്ലാ ദിവസം അല്ല, 1.5 ഇട്ടുള്ള ദിവസങ്ങളിൽ ഒരു ദിവസം ഇടവിട്ട് എല്ലാ ദിവസവും വൈകുന്നേരമാണ് അപ്ലോഡ് ചെയ്യാറ്. അത് എന്റെ ഒഴിവനുസരിച്ച് ഞാൻ ഒരു ടൈം ഫിക്സ് ചെയ്തേക്കുന്നതാണ്. അങ്ങനെ അപ്ലോഡ് ചെയ്യുന്നു. പിന്നെ ലോങ് വീഡിയോ ആണെങ്കിൽ അതിന് ഇങ്ങനെ ടൈം ഇല്ല. രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ഉച്ച സമയത്തൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ വെക്കും. ലോങ് വീഡിയോ ആകുമ്പോൾ അപ്ലോഡ് ചെയ്യാൻ കുറെ സമയം എടുക്കും. അപ്പൊ എല്ലാ ചൊവ്വാഴ്ചകളിലുമാണ് അപ്ലോഡ് ചെയ്യുക. അതിപ്പോ ചൊവ്വാഴ്ച എന്നുള്ള ഒരു ദിവസം ഞാൻ തെരഞ്ഞെടുത്തത്. എല്ലാവരും പറഞ്ഞാൽ എന്താ നീ ചൊവ്വാഴ്ച എടുത്തത്, വീക്കെൻഡ് എടുക്കുകയാണെങ്കിൽ നല്ലതല്ലേ. ശരിയാണ്, വീക്കെൻഡ് ഇപ്പൊ ഒരു വെള്ളി ശനിയൊക്കെ എടുത്തു കഴിഞ്ഞാലുള്ള ഗുണം 2 ദിവസം മുടക്ക് വരുന്ന കാരണം കൊണ്ട് ആ ഇടുമ്പോഴത്തേക്ക് റീച്ച് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ എനിക്ക് എന്റെ സൗകര്യം നോക്കിയിട്ടാണ് ഞാൻ ചൊവ്വാഴ്ച സെലക്ട് ചെയ്തത്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ എനിക്ക് ഒന്ന് ഫ്രീ ആയിട്ട് കുട്ടികളെയൊക്കെ വിട്ട് ആ മൺഡേ ഉള്ള ദിവസം ഒന്ന് നോക്കിയിട്ട് ഓക്കെ ആക്കി വെച്ചിട്ട് എന്തെങ്കിലും കാര്യം നമ്മൾ വിട്ടുപോയിട്ടുണ്ടാവും. അതിന്റെ പോസ്റ്റർ ഉണ്ടാക്കാനോ ഫസ്റ്റ് കൊടുക്കുന്ന ഒരു തമ്പനയിൽ ഉണ്ടല്ലോ അത് ഉണ്ടാക്കാനോ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ആ ഇടുന്ന സമയത്ത് ടെൻഷൻ അടിക്കേണ്ട, തലേ ദിവസം ഒന്ന് നോക്കാനുള്ള ടൈം എന്നുള്ള രീതിയിൽ തിങ്കളാഴ്ച വിട്ടിട്ട് ചൊവ്വാഴ്ച ഞാൻ തീരുമാനിച്ചത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ബാഡ് കമന്റ്സ് വരും. ഒന്നില്ലെങ്കിൽ നമ്മള് പിന്നെ നല്ല കമന്റ്സും വരും കേട്ടോ. ഞാൻ വിചാരിച്ച അത്രയൊന്നും എനിക്ക് ബാഡ് കമന്റ്സ് വരുന്നില്ല. എനിക്ക് ഒരുപാട് പോസിറ്റീവ് കമന്റ്സ് ആണ് വരുന്നത്. അതെന്തോ ഒരു ഭാഗ്യമാണ്. ഞാൻ ഇറങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചത് ഒരുപാട് വൾഗർ മെസ്സേജസ് ഒരുപാട് ബാഡ് കമന്റ്സും വരുന്നതാണ്. പക്ഷെ അതിന്റെ ഒരു അംശം പോലും എനിക്ക് വരുന്നില്ല. വന്നിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല, വന്നിട്ടുണ്ട്. പക്ഷെ അത്ര ഞാൻ വിചാരിച്ചേക്കാളും അതിനെ മറികടക്കുന്ന രീതിയിൽ എനിക്ക് സപ്പോർട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അവരോടൊക്കെ ഒരുപാട് സ്നേഹമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മള് ഒരാൾക്ക് ഇപ്പൊ ഒരു സെലിബ്രിറ്റി, എനിക്ക് ലാലേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ലാലേട്ടന്റെ എന്തെങ്കിലും ഒരു ഇത് കണ്ടു, എനിക്ക് ലാലേട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ലാലേട്ടൻ എനിക്ക് ഭയങ്കര സന്തോഷമായി ഇത് കണ്ടപ്പോ, എനിക്കൊരു ഭയങ്കര ഇൻസ്പിറേഷൻ തോന്നി, അല്ലെങ്കിൽ എന്തെങ്കിലും എനിക്ക് എന്താണോ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി ആ ഒരു സംഭവം നമ്മൾ കമന്റ് ഇടുക മെസ്സേജ് ചെയ്യുമ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ള ആള് ഒന്ന് ലൈക്കെങ്കിലും ചെയ്ത് ആണോ താങ്ക് യു അല്ലെങ്കിൽ ഒരു ലവ് എന്തെങ്കിലും ഒരു കമന്റിന് റിപ്ലൈയോ ലൈക്കോ കിട്ടി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലൊരു സംഭവം ഇങ്ങനെ വരില്ലേ, അമ്മേ ലാലേട്ടൻ എനിക്ക് റിപ്ലൈ തന്നു. അപ്പൊ അതുപോലെ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നമുക്ക് കമന്റ്സ് ഇടുന്നത്. ഇഷ്ടപ്പെടാത്തവരിടും, ഇഷ്ടപ്പെടുന്നവരെ കാര്യം പറയണേ ഇടുന്നത്. അപ്പൊ നമുക്ക് സമയം കണ്ടെത്തി നമ്മൾ എപ്പോഴെങ്കിലും ഒരു ദിവസം ഫ്രീ ടൈം കണ്ടെത്തി ഈ കമന്റ്സിനെല്ലാം റിപ്ലൈ കൊടുക്കാൻ പറ്റാത്തവര് ലൈക്കെങ്കിലും ചെയ്യാം. അത് എപ്പോഴും നമ്മുടെ ഓഡിയൻസും തമ്മിൽ ഭയങ്കര ഒരു ബന്ധം വെക്കും. അത് നമുക്കും അത് ഫീൽ ചെയ്യും. നമുക്കും ആരൊക്കെയോ നമ്മുടെ കൂടെയുള്ള പോലെ ഒരു ഫീൽ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ സപ്പോർട്ട് എപ്പോഴും നിലനിർത്താൻ നല്ലതാണ്. പിന്നെ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എല്ലാവരും പിടിച്ച് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക, ഉള്ള ഗ്രൂപ്പുകളിലൊക്കെ അയച്ചു കൊടുക്കുക. അത് ഞാൻ കണ്ടിട്ടുണ്ട്. ഹൗ ടു സ്റ്റാർട്ട് യൂട്യൂബ് ചാനൽ എന്ന് ഞാനും അടിച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യം എങ്ങനെ തുടങ്ങണ്ടേന്നൊക്കെ അറിയാം. പക്ഷെ കുറെ പേര് അതിലിട്ടേക്കണേ നിങ്ങൾ ഒരു നാണോ മാനില്ലാണ്ട് എല്ലാവരെ കാല് പിടിച്ച് എല്ലാ അറിയണ ആൾക്കാർക്ക് ലിങ്ക് അയച്ചു കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാനാണ്. അത് ഞാൻ പറയുന്നില്ല. അത് അവര് പറഞ്ഞപ്പോഴും എനിക്ക് തോന്നി അത് അത്ര നല്ലൊരു വേ അല്ല.
എന്താന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെയാണ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ. ആരെന്നോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാലും ഇനിയിപ്പോ അവരുടെ സന്തോഷത്തിന് സബ്സ്ക്രൈബ് ചെയ്താലും ചിലപ്പോൾ ഞാൻ അവരുടെ വീഡിയോസ് കാണണം എന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ഞാനും എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സും എന്റെ കുടുംബം അല്ലാതെ വേറൊരാളും അറിഞ്ഞിട്ടില്ല, ഞാൻ ആരോടും പറഞ്ഞിട്ടുമില്ല. പിന്നെ എന്റെ ഫ്രണ്ട്സിനോട് പോലും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം എന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. നമ്മളൊരു ചാനൽ തുടങ്ങി ആ വീഡിയോ ത്രൂ ഔട്ട് ഏത് വീഡിയോ ഇട്ടാലും അതിന് പ്രേക്ഷകർ ഉണ്ടാവണം എന്ന് വെച്ചാൽ ആ വീഡിയോ കണ്ട് അല്ലെങ്കിൽ നമ്മുടെ സംസാരം ഇഷ്ടപ്പെട്ട് നമ്മളെ ഇഷ്ടപ്പെട്ട് കൂടെ കൂടുന്നവർ മാത്രമേ നമ്മുടെ കൂടെ ലൈഫ് ലോങ് ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മൾ നിർബന്ധിപ്പിച്ച് ഒരാളെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ച് ഒരാളെ ക്യാൻവാസ് ചെയ്ത് കാല് പിടിച്ച് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചാലൊന്നും അവർ നമ്മുടെ വീഡിയോസ് കാണണമെന്നില്ല. പിന്നെ നമുക്ക് അത്രയും ചങ്കായിട്ടുള്ള ആൾക്കാരോട് നമ്മൾ പറയും. ഇപ്പൊ എന്റെ അമ്മോട്, എന്റെ ഭർത്താവിനോട്, എന്റെ പിള്ളേരോട്, അല്ലെങ്കിൽ എന്റെ അത്രയും സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാരോടൊക്കെ നമ്മൾ പറയും. അല്ലാതെ നമ്മള് കാണുന്ന എല്ലാവരും വിളിച്ച് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണ പരിപാടി അത്രയും നല്ലതെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ന് വെച്ചാൽ ഇത്തിരി കഴിയുമ്പോൾ ആ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ അങ്ങോട്ട് കൊഴിഞ്ഞു പോകും, ഉണ്ടായിരുന്ന സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കുറയും, അതിന് ചാൻസ് ഉണ്ട്. പിന്നെ അപ്പൊ നമുക്ക് ഭയങ്കര ദുഃഖം വരും, വിഷമം വരും. അപ്പൊ അതിലും നല്ലത് നമ്മുടെ വീഡിയോസ് കണ്ട് നമ്മളെ ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്നവര് നമ്മുടെ കൂടെ നിന്നാൽ മതി. അങ്ങനെയുള്ളൊരു ഇതിൽ പോട്ടെ. എന്റെ വീഡിയോസ് എനിക്ക് ഇഷ്ടമായ മതി, എന്റെ സന്തോഷത്തിന് ചെയ്യുന്നത് ഇതാണെന്നുള്ള രീതിക്ക് ഞാൻ തുടങ്ങിയത്. എന്താ വെച്ചാൽ എല്ലാവരും നമ്മളെ കളിയാക്കുള്ളൂ എന്നൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം. പിന്നെ 1 മില്യൺ അടിച്ചപ്പോ ആ കളിയാക്കിയ ആൾക്കാർ മൊത്തം തിരിച്ചു പറഞ്ഞു കേട്ടാ. അത് നമ്മളെ കൊണ്ട് സാധിക്കും, എല്ലാവരെ കൊണ്ട് സാധിക്കും. ഈ പറഞ്ഞ ആൾക്കാരെ കൊണ്ടൊക്കെ മാറ്റി പറയിപ്പിക്കാൻ നമുക്ക് സാധിക്കും. അപ്പൊ നമ്മൾ തുടങ്ങുമ്പോ അത്യാവശ്യം കുറച്ച് തൊലിക്കട്ടി വേണം. നമ്മൾക്ക് തോന്നുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് വായി തോന്നിയത് വിളിച്ചു പറയല്ല, നമുക്ക് ശരിയാണെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ പറയാനുള്ള ഒരു ഗട്സ് ഉണ്ടായിരിക്കണം. കമന്റ്സ് ഒക്കെ ഒന്ന് ലൈക്കെങ്കിലും ചെയ്യാനുള്ള സമയം കണ്ടെത്തണം. പിന്നെ വീഡിയോയുടെ എഡിറ്റിങ്ങും വീഡിയോയുടെ ആംഗിളുകളൊക്കെ ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതെന്തോ ഭാഗ്യത്തിന് പണ്ടേ എപ്പോഴും സെൽഫിയും വീഡിയോയും ഫോട്ടോയും എടുത്തുകൊണ്ടിരിക്കുന്ന ആളായതുകൊണ്ടാണോ എന്നറിയില്ല, എന്റെ വീഡിയോസ് ഒക്കെ ബാക്ക് ക്യാം വെച്ചിട്ട് എടുക്കണമെന്ന് വെച്ചാൽ എന്നെ അതിൽ കിട്ടുന്നുണ്ട് ഭാഗ്യത്തിന്. അതെന്താന്ന് വെച്ചാൽ ഫ്രണ്ട് ക്യാം വെച്ച് ഫോണിന്റെ ഫ്രണ്ട് ക്യാം സെൽഫി ക്യാം ഉപയോഗിച്ച് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതും ബാക്ക് ക്യാം ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഫോണിന്റെ ബാക്ക് ക്യാമിൽ എടുക്കുന്ന വീഡിയോസിന് ഭയങ്കര ക്ലാരിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, അത് ഏത് ഫോണിന്റെ ആണെങ്കിലും. അപ്പൊ സാധാരണ ഞാൻ സാംസങ്ങിന്റെ A15 ആയിരുന്നു ആദ്യത്തെ. അത് കഴിഞ്ഞ് പ്രശാന്തായിട്ട് എനിക്ക് ഒരു A35 വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു ഫോൺ വാങ്ങിച്ചു തന്നു. അപ്പൊ അതിലാണ് ഞാൻ ഒട്ടുമിക്ക വീഡിയോസും കുറെ എടുത്തേക്കണം. അതിലുള്ള എടുത്ത വീഡിയോസ് കുറെ ഇതായിട്ടുണ്ട്. അതായത് ഐഫോണും ക്യാമറയും വേണമെന്നല്ല പറയണേ, ഞാൻ ഉള്ള ഫോൺ ഏതാണോ അതിൽ നല്ല ക്ലാരിറ്റിയിൽ എടുക്കുക, ബാക്ക് ക്യാം ഉപയോഗിച്ചെടുക്കുക. അത് നല്ല ടഫാണ്, നമ്മൾ അതിൽ കിട്ടാണ്ടൊക്കെ വരും, 2-3 തവണയൊക്കെ ടേക്ക് എടുക്കേണ്ടി വരും. അത് ആദ്യമേ നമ്മൾ വെക്കുമ്പോൾ നോക്കുക നമ്മൾ അവിടെ നിന്ന് ചെയ്യുന്ന കാര്യങ്ങൾ അതിൽ കിട്ടുന്നുണ്ടോന്ന്, എന്നിട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് റീടേക്ക് ഒന്നും എടുക്കേണ്ടി വരില്ല. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. പിന്നെ ആദ്യമേ ഇടുമ്പോ തന്നെ നമുക്ക് ഓൺ വോയിസ് ഒന്നും നല്ല ഇതുപോലെ ഫ്ലുവൻസിയിൽ പറയാൻ പറ്റണമെന്നില്ല. എന്റെ ആദ്യത്തെ വീഡിയോസ് എടുത്തു നോക്കിയാൽ ഞാൻ ഇന്ന് ഇങ്ങനെയാണ്, ഇന്ന് ഞാൻ അതാണ്, ഇങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ ആദ്യത്തിൽ പറയണത്. നമ്മളിങ്ങനെ നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും സ്റ്റാർട്ടിങ്ങിൽ ഒരു ട്രബിൾ വരും. നമ്മളെപ്പോഴും ഫോൺ നോക്കി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളല്ലല്ലോ. അപ്പൊ അങ്ങനെ വരും. അപ്പൊ പിന്നെ 2 വീഡിയോസ് ഒക്കെ ചെയ്തു തുടങ്ങിയപ്പോ ഞാൻ എന്റെ സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുന്ന രീതിയിൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞ് എനിക്ക് ആ ഫ്ലുവൻസി കിട്ടി. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്കും പറ്റും. ആരും പറ്റില്ല എന്ന് വെച്ചിരിക്കുന്നത് എല്ലാവരെ കൊണ്ടും സാധിക്കും. അത് നമ്മുടെ ഇഷ്ടം എന്താണെന്ന് ആദ്യം കണ്ടെത്തണം, എന്നിട്ട് അതിനെ ഫോളോ ചെയ്ത് അത് വെച്ച് തുടങ്ങണം. അപ്പൊ നമുക്കത് മടുക്കൂല. പിന്നെ പെട്ടെന്നൊരു ദിവസം നമ്മൾ അങ്ങോട്ട് വീഡിയോ ഇട്ട് 1 മാസത്തിനുള്ളിൽ 2 മാസത്തിനുള്ളിൽ, ചില ആൾക്കാർ വീഡിയോയിൽ ഇടണ കേൾക്കാം 6 മാസം കൊണ്ട് മോണിറ്റൈസ്ഡ് ആവുന്നത് എങ്ങനെയാന്ന് പറഞ്ഞുതരാന്ന്. അതൊന്നും പറഞ്ഞതുകൊണ്ടൊന്നും നമുക്ക് സക്സസ് ആവാൻ പറ്റുന്നില്ല. നമ്മൾ ചിന്തിക്കണം എങ്ങനെയാണെന്ന്. നമ്മുടെ വഴി എന്റെ വഴിയായിരിക്കില്ല നിങ്ങളുടെ വഴി, പലരും പല രീതിക്കായിരിക്കും സക്സസ് ആവുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം കറക്റ്റ് ആയിട്ട് ചെയ്തു പോവുക. വീഡിയോസ് ഇടുന്ന സമയത്ത് വീഡിയോസ് ഇടാൻ ട്രൈ ചെയ്യുക. കുറച്ച് വീഡിയോസ് കയ്യിൽ സ്റ്റോക്ക് ആയി കഴിഞ്ഞിട്ട് ചാനൽ തുടങ്ങാൻ ഇത്രയും കൂടി എളുപ്പമായി. അപ്പൊ നമുക്ക് കുറച്ച് നാളത്തേക്ക് ഒരു ടെൻഷൻ കുറവുണ്ട് വീഡിയോസ് കയ്യിൽ സ്റ്റോക്ക് വെച്ച് കഴിഞ്ഞാൽ. ഞാൻ ഇപ്പോഴും എന്തെങ്കിലും ഫംഗ്ഷൻ കാര്യങ്ങൾ വരുന്നുണ്ടെന്ന് മുൻകൂട്ടി അറിഞ്ഞാൽ ഒരു 2-3 വീഡിയോസ് എന്റെ കയ്യിൽ സ്പെയർ ആയിട്ട് വെക്കും ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നതൊരു നല്ല ടിപ്സ് ആണ്. പിന്നെ ഞാൻ പറയണത് പിന്നെന്താ ശ്രദ്ധിക്കാനുള്ളത്, വീഡിയോ എടുക്കാൻ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ കുറേ ട്രൈപോഡും സാധനങ്ങളും മറിച്ചൊന്നും വാങ്ങിച്ച് പൈസ കളയണ്ട. നമ്മളൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്താൽ ചിലപ്പോൾ അത് 6 മാസം കൊണ്ട് സക്സസ് ആവും, ചിലർ 3 മാസം കൊണ്ട് സക്സസ് ആവും, ചിലർക്ക് 6-7 വർഷം എടുക്കും. അതൊന്നും നമുക്ക് പറയാൻ പറ്റുന്ന ടൈം പീരീഡ് അല്ല. നമുക്കൊരു കറക്റ്റ് ടൈം പീരീഡ് വെച്ചിട്ടൊന്നും ഒരു യൂട്യൂബ് ചാനൽ സക്സസ് ആക്കാൻ പറ്റില്ല. നമ്മൾ സീരിയസ് ആയിട്ട് കണ്ട് നമ്മൾ അതിനെ ആത്മാർത്ഥമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ, അത് എൻ്റെ ഒരു വിശ്വാസമാണ്. നമ്മുടെ പ്രകൃതിയും നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ നമ്മുടെ കൂടെ നിന്ന് നമ്മൾ
ആ സക്സസിലേക്ക് എത്തും നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച. അപ്പൊ ഞാൻ പറയണേ, ആദ്യം നമുക്ക് യൂട്യൂബ് ചാനലിലെ എലിജിബിലിറ്റി ആയിട്ട് യൂട്യൂബ് കമ്പനി കാണുന്നത് 1000 സബ്സ്ക്രൈബേഴ്സ് മിനിമം വേണം. നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആവണമെങ്കിൽ, അതായത് നമ്മുടെ ചാനലിന് ക്യാഷ് കിട്ടും എന്നുള്ള ഒരു ഉറപ്പ് അവിടെ നിന്ന് കിട്ടണമെങ്കിൽ നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് മിനിമം വേണം. 4000 വാച്ചവേഴ്സ്, 4 അല്ല 4000, 4000 വാച്ചവേഴ്സ് മിനിമം വേണം. അപ്പൊ ഈ 4000 വാച്ചവേഴ്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞ ലോങ് വീഡിയോ നിർബന്ധമാണ്. ഷോർട്സ് ആണ് ആൾക്കാർ കാണാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എങ്കിലും യൂട്യൂബ് നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്നത് വലിയ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ടാണ്. എന്താന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ ടൈം നമ്മുടെ അക്കൗണ്ടിലെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് മോണിറ്റൈസേഷൻ ഓൺ ആവുള്ളൂ. ഷോർട്സ് ഇപ്പൊ എത്ര മില്യൺ, എന്റെ ഷോർട്സ് മില്യൺ അടിച്ചിട്ടുണ്ട്. പക്ഷെ ഷോർട്സ് മില്യൺ അടിച്ചാൽ നമുക്ക് വലിയ തുകയൊന്നും കിട്ടാനില്ല. അതായത് ഷോർട്സ് വളരെ ചെറിയ ടൈമിലല്ലേ, ഒരു 3 മിനിറ്റിന് താഴെ 2 മിനിറ്റിന് താഴെയൊക്കെയല്ലേ ഷോർട്സ് വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് കണ്ടു എന്ന് വെച്ചിട്ട് 4000 വാച്ചവേഴ്സ് ആവില്ല മില്യൺ അടിച്ചാലും. അപ്പൊ ലോങ് വീഡിയോസിൽ ഒരു 30 മിനിറ്റ് ഇട്ടാലും ചിലപ്പോൾ അതിലൊരു 15 മിനിറ്റ് ഒരാൾ കണ്ടു കയറും. മൊത്തത്തിൽ കാണില്ല. എന്തൊക്കെ പറഞ്ഞാലും 30 മിനിറ്റിന്റെ ഒരു 30 വീഡിയോ ഇട്ടപ്പോ ഇത്ര മിനിറ്റ് എന്റെ ആയിന്ന് കാൽക്കുലേറ്റ് ചെയ്യണ്ട. മൊത്തം ആരും കാണില്ല. നമ്മുടെ പോലെ തന്നെ സ്കിപ്പ് അടിച്ച് കാണുന്നവരാണ് ഭൂരിപക്ഷം ആൾക്കാരും. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ വീഡിയോയും മൊത്തം ആൾക്കാർ ആ ലെങ്ത് ഫുള്ള് നമ്മൾ കാണില്ല. നമ്മളൊരു 100% ചിന്തിക്കാതെ ഒരു 50% കാണുന്നുള്ളൊരു കണക്ക് വെച്ചോ, അത് ചിലപ്പോ ഓക്കെ ആവും. ഷോർട്സിൽ ഒന്നും പ്രതീക്ഷിക്കേണ്ട. ഷോർട്സ് ഇടണം നിർബന്ധമായിട്ടും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഷോർട്സിന് ഭയങ്കര ഒരു പ്രാധാന്യമുണ്ട്. വാച്ചവേഴ്സിൽ ഇല്ലെങ്കിലും അല്ലാതെ പ്രാധാന്യമുണ്ട്. നമ്മളെ ആൾക്കാരിലേക്ക് എത്തിക്കുന്നത് ഷോർട്സ് ആണ്. നോക്കൂ, ദേ പുതിയൊരു കുട്ടി ഷോർട്സ് ഇട്ടേക്കുന്നു എന്ന് കാണിച്ചു കൊടുക്കുന്നത്. നമുക്ക് നമ്മുടെ ചാനൽ തുടങ്ങിയിട്ടുണ്ട്, ദേ ഒരു പുതിയ ആള് യൂട്യൂബിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ ആൾക്കാരിലേക്ക് നമ്മളെ എത്തിക്കുന്നത് ഷോർട്സ് ആണ്. മനസ്സിലായോ? അപ്പൊ ഷോർട്സ് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഷോർട്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്നാ ഈ കുട്ടിയുടെ ചാനൽ ഒന്ന് എടുത്തോക്കട്ടെ വെച്ചിട്ട് ആൾക്കാർ നമ്മുടെ വലിയ വീഡിയോസ് കാണാൻ വരും. അങ്ങനെയാണ് നമ്മുടെ വലിയ വീഡിയോസിന് റീച്ച് കിട്ടുക. അല്ലാതെ നമുക്ക് പറ്റും ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ നമ്മൾ ലൈവായിട്ട് തന്നെ നിൽക്കുക, ഫോട്ടോസ് വീഡിയോസ് ഒക്കെ ഇതിലിടണം പോലെ അതിലിടുക. അപ്പൊ അതിൽ നിന്ന് നമുക്ക് വലിയ വീഡിയോസ് കാണാൻ വേണ്ടി ലിങ്ക് അതിൽ ഇട്ട് കൊടുത്ത് യൂട്യൂബിൽ നിന്നും ഇൻസ്റ്റയിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും ആൾക്കാർ ഇങ്ങോട്ട് വരുത്താൻ പറ്റും. അതൊക്കെ നമ്മൾ ഇത്തിരി ഒന്ന് ഫെയിം ആവുമ്പോഴേ പറ്റുള്ളൂ. അപ്പൊ യൂട്യൂബ് തുടങ്ങുമ്പോൾ ഒരിക്കലും യൂട്യൂബ് മാത്രമായിട്ട് തുടങ്ങാണ്ടിരിക്കുക. ഇൻസ്റ്റാഗ്രാമിൽ ഒരു അക്കൗണ്ട് ഓൾറെഡി ഉണ്ടെന്ന് വെച്ചാൽ അതിലും ഇതുപോലെ തന്നെ ഈ ഷോർട്സ് തന്നെ അതിലും ഇടുക. പിന്നെ ഫേസ്ബുക്കിൽ അത് ഇൻസ്റ്റയിൽ ഓൺ ആക്കി വെച്ചാൽ മതി. ഫേസ്ബുക്കിൽ ഓട്ടോമാറ്റിക്കലി ഷെയർ ആയിക്കോളും. അങ്ങനെ ചെയ്താലുള്ള ഗുണം അവർ ആ യൂട്യൂബ് ചാനൽ അന്വേഷിച്ച് ചിലപ്പോൾ നമ്മളെ എത്തിച്ചു വരാൻ ചാൻസ് ഉണ്ട്. യൂട്യൂബിന് ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ പിന്നെ അപ്പൊ 4000 വാച്ചവേഴ്സ് വേണം, 1000 സബ്സ്ക്രൈബേഴ്സ് വേണം മിനിമം ആയിട്ട് യൂട്യൂബിൽ പറയണത്. പിന്നെ വീഡിയോസ് എഡിറ്റിംഗ് ആപ്പുകൾ, ഞാൻ ക്യാപ്കട്ട്, VN, ഇൻഷോട്ട് അങ്ങനെ പല ആപ്പുകൾ യൂസ് ചെയ്യുന്നുണ്ട്. തുടക്കക്കാർക്ക് ഇൻഷോട്ട് ആദ്യം തുടങ്ങാം. ഇൻഷോട്ടിൽ താഴെ ഇൻഷോട്ട് എന്നൊരു വാട്ടർമാർക്ക് വരും. അത് കളയാൻ ഒരു ഇൻഡു ഉണ്ട്. എനിക്കത് പറഞ്ഞത് അഭിരാമി, എന്റെ ഫ്രണ്ട്. അപ്പം അങ്ങനെ നമുക്ക് കുറെ ആൾക്കാർ പറഞ്ഞു തരാനുണ്ടാവും. നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കുറെ ആൾക്കാരും ഉണ്ട് കേട്ടോ. അതിൽ നെഗറ്റീവ് മാത്രമല്ല, നല്ലോണം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും നമുക്ക് കിട്ടും. ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇൻഷോട്ടിൽ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഇടാനായിട്ട് എളുപ്പമാണ്. പിന്നെ നമ്മൾ ആ എഡിറ്റിംഗ് ഒന്ന് പഠിച്ച് വരുമ്പോൾ നമുക്ക് ക്യാപ്കട്ടിലും VN-ലും എല്ലാ ആപ്പുകളും ഇഷ്ടംപോലെ ആപ്പുകൾ ഉണ്ട്. നമുക്കൊന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. അതിൽ നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ആപ്പ് ഏതാന്ന് കണ്ടുപിടിച്ച് നമുക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്യാം. ഷോർട്സ് എന്ന് പറയുമ്പോൾ 2 മിനിറ്റ് 3 മിനിറ്റ് അതിന്റെ ഉള്ളിൽ 1 മിനിറ്റ് തൊട്ട് 2 മിനിറ്റ് 2.25 മിനിറ്റ് വരെയൊക്കെയാണ് ഇടാൻ പറ്റുക. അതനുസരിച്ച് ഒരുപാട് ലെങ്ത് ഇട്ട ആൾക്കാരെ വ്യൂ കുറയും, ശരിയാണ്. പക്ഷെ ഞാൻ മിക്കതും ഏത് ഷോർട്സ് എഡിറ്റ് ചെയ്താലും എനിക്ക് 2.25, അതായത് 2.58 വരെ വരാറുണ്ട്. 3 മിനിറ്റിന് താഴെ എനിക്ക് ഷോർട്സ് വരാറുണ്ട്. എന്റെ ഷോർട്സ് കാണുന്നവരാണെങ്കിൽ മനസ്സിലാവും. പക്ഷെ എന്റെ അഭിപ്രായത്തിലും 1 മിനിറ്റ് ഒക്കെ ഉള്ളതാണ് പെട്ടെന്ന് ആൾക്കാർ കാണുള്ളൂ. ചിലപ്പോൾ ചിലതൊക്കെ വെറുപ്പിക്കല് തോന്നും ചിലവർക്ക്. അപ്പൊ എന്റെ സംസാരം ഇങ്ങനെ തുടർന്ന് പോകുന്നതുകൊണ്ട് അത് നിർത്താനും പറ്റില്ല. വീഡിയോ എടുക്കുന്നു, ഞാൻ ഒരുപാട് കണ്ടന്റ് എടുത്തു വെക്കുന്നു, അതുകൊണ്ട് എന്റെ വലുതായി പോണു. പിന്നെ ലോങ് വീഡിയോസ് ആദ്യമൊക്കെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെ ഇട്ട് തുടങ്ങുക. പിന്നെ നമ്മൾ അതിലൊരു കോൺഫിഡൻസ് വന്നു തുടങ്ങിയാൽ എത്ര ഇത് ലെങ്ത് കൂടിയാലും അതിന് പ്രശ്നമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ എനിക്ക് ആദ്യമേ ഒക്കെ ഉണ്ടായിരുന്നു ഒരു 30 മിനിറ്റ് കഴിഞ്ഞ് ഈശ്വര അത് ഭയങ്കര ലെങ്ത് കൂടിയോന്നു. പക്ഷെ അങ്ങനെ ഇന്ന ലെങ്ത് ഒന്നുമില്ല, നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാം. അത് വേണമെങ്കിൽ പാർട്ട് 1, 2 ഒക്കെ ആയിട്ട് ചെയ്യാം. അപ്പൊ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ആദ്യം തന്നെ നമ്മൾ മാനസികമായിട്ട് തയ്യാറെടുക്കണം. അത് കഴിയുമ്പോൾ നമ്മൾ മെറ്റീരിയൽ ആയിട്ട് തയ്യാറെടുക്കണം. അതായത് ഫോൺ, പിന്നെ മൈക്ക്. നമ്മൾ ലോങ് വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനമാണ് ഫോൺ വെക്കാൻ ഒരു സ്റ്റാൻഡ്,
ഫോൺ കറക്റ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു സ്റ്റാൻഡ് 100-200 രൂപ കൊടുത്താൽ മീഷോന്ന് കിട്ടും. സ്റ്റാർട്ടിങ്ങിലൊക്കെ അതൊക്കെ കൊടുക്കണ്ടു. വലിയ പൈസക്കൊന്നും വലിയ സംഭവങ്ങൾ ഇറക്കി നിങ്ങൾ കളിക്കണ്ട. സക്സസ് ആവുമ്പോൾ നമുക്ക് വലിയ വലിയ സംഭവങ്ങളൊക്കെ വാങ്ങാം. അതിന് ഇഷ്ടംപോലെ സമയമുണ്ട്. ആദ്യം നിങ്ങൾ 100-300 രൂപയ്ക്ക് ആമസോണിൽ ഫ്ലിപ്കാർട്ടിൽ കിട്ടും. അതേ സാധനം 200 രൂപയ്ക്ക് മീഷോന്ന് കിട്ടും. ചെറിയൊരു സ്റ്റാൻഡ് വലിച്ചു നീട്ടാനും ബാഗിൽ എടുത്തു വെച്ച് കൊണ്ടുപോകാനൊക്കെ പറ്റുന്നത്. പിന്നെ മൈക്ക് വാങ്ങുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മൈക്ക് വാങ്ങിച്ചോ. ഈ മൈക്ക് വൂക്കിന്റെ ആണ്. ഒരു മൈക്ക് മാത്രമുള്ളതാണ് ഞാൻ വാങ്ങിച്ചത്. അത് 2 മൈക്കുള്ളതും കിട്ടും. അപ്പൊ ഒരു ഫോൺ വേണം, മൈക്ക് വേണം, ഒരു സ്റ്റാൻഡ് വേണം. അതാണ് നമുക്ക് പിന്നെ സംസാരിക്കാൻ പറ്റിയ ഒരാള് നമ്മൾ വേണം. നമ്മൾ അതിനെ കുറിച്ച് മുമ്പേ തയ്യാറെടുക്കണം. എന്ത് വിഷയം വെച്ചിട്ട് നമ്മൾ വീഡിയോ എടുക്കാൻ ഉദ്ദേശിക്കണേ അതെല്ലാം ഓക്കെ ആയി കഴിഞ്ഞ് 2-3 വീഡിയോ എഡിറ്റ് ചെയ്ത് പഠിച്ച് നമ്മൾ എഡിറ്റ് ചെയ്ത് 2-3 വീഡിയോ സെറ്റാക്കി വെച്ച് എഡിറ്റിംഗ് ആപ്പും എല്ലാം സെറ്റാക്കിയതിന് ശേഷം ഫ്രഷ് ആയിട്ടൊരു ചാനൽ തുടങ്ങാം. എല്ലാവിധ ഭാവുകങ്ങളും ഞാൻ നേരുന്നു. അപ്പൊ അങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിയത്. ഇനി ഇതിന്റെ മോണിറ്റൈസേഷനെ കുറിച്ചും അതുപോലെ എന്നാണ് എനിക്ക് ഇൻകം കിട്ടിയത്, അത് എത്ര കിട്ടിയത്, ആദ്യം എല്ലാവർക്കും എത്രയാണ് ഇൻകം കിട്ടുക, അത് മിനിമം എത്ര വേണമെന്നും കൂടി ഞാൻ പറയാം. നമ്മള് യൂട്യൂബ് സ്റ്റുഡിയോ ഡൗൺലോഡ് ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലേ, ആ യൂട്യൂബ് സ്റ്റുഡിയോയില് ഏറ്റൊരു ഡോളർ ചിഹ്നം ഉണ്ട്. അത് ഏൺ എന്നാണ് പറയാ. അതുമേ ടച്ച് ചെയ്താൽ നമ്മൾ എത്ര ഏൺ ചെയ്തു എന്നുള്ളത് ഒരു വരയായിട്ട് ഇങ്ങനെ കാണിക്കും. ആദ്യം നമ്മുടെ ആ ഏണിങ്സ് 3000 വാച്ച് അവർ ആവണം. അത് കഴിഞ്ഞ് 4000 വാച്ച് അവർ ആവണം എന്ന് അതിൽ കാണിക്കും. അത് കഴിഞ്ഞാലേ എത്ര എമൗണ്ട് എന്ന് കാണിക്കുള്ളൂ. അതായത് ഡോളറിലാണ് കാണിക്കുക. അപ്പൊ മിനിമം $100 ആയാലാണ് നമുക്ക് ആദ്യത്തെ വേതനം, അതായത് ആദ്യത്തെ ഇൻകം യൂട്യൂബിൽ നിന്ന് കിട്ടുള്ളൂ. മിനിമം $100 ആവണം. എന്നാൽ മാത്രമാണ് നമുക്ക് ആദ്യത്തെ വരുമാനം കിട്ടുള്ളൂ. പിന്നെ കിട്ടി തുടങ്ങിയ പിന്നെ ആണെങ്കിലും മിനിമം $100 ആയ അതിലും കൂടുതലായാലും കിട്ടും. 100 മിനിമം വേണം. പിന്നെ എത്രയായാലും കുഴപ്പമില്ല, അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. അതിന് കുറെ ഫോർമാലിറ്റീസ് ഉണ്ട്. അതെല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പൊ ജസ്റ്റ് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ ഇത്രയ്ക്കൊക്കെ അറിഞ്ഞാൽ മതി. പിന്നെ ആൾക്കാർ പറയണ പോലെ നിങ്ങൾ കാല് പിടിക്കാനോ എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും നിൽക്കണ്ട. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വരണ വരെ നിങ്ങൾ ആരോടും പറയണ്ട. നിങ്ങൾ ജസ്റ്റ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുക നിങ്ങളുടെ ഇഷ്ടത്തിന്. ഒന്നും നോക്കണ്ട. ഇപ്പൊ എന്റെ ശരികള് എല്ലാവർക്കും ശരിയായിരിക്കില്ല, അതുപോലെ നിങ്ങളുടെ ശരികള് എല്ലാവർക്കും ശരിയായിരിക്കില്ല. കുറെ കുറ്റം പറയാനും തെറ്റാന്ന് പറയാനും ഉണ്ടാവും. നമ്മൾ മനുഷ്യരല്ലേ. അപ്പൊ നമുക്ക് ഇഷ്ടം പോലെ തെറ്റുകൾ പറ്റും. ആ തെറ്റൊക്കെ തിരുത്തി തരാൻ ആൾക്കാർ, നല്ല വിഭാഗം ആൾക്കാരുണ്ടാവും. നമ്മളെ ശാസിക്കാനും ഉണ്ടാവും, നമുക്ക് നല്ല രീതിയിൽ പറഞ്ഞു തരുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ നമ്മളത് ശരിയാക്കാം. പിന്നെ നമ്മുടെ മനസാക്ഷിക്ക് ശരിയാണെന്ന് തോന്നുന്നത് പറയാം. അപ്പൊ പിന്നെ ആർക്ക് തെറ്റായാലും അത് വിരോധമില്ല. നമുക്കത് ശരിയാണല്ലോ, ഞാൻ അതാ ഫോളോ ചെയ്യുന്നത്. അപ്പൊ കുറെ അബദ്ധങ്ങൾ ഉണ്ടാവും. അത് നമ്മൾ മനുഷ്യരാണ്. എല്ലാം കറക്റ്റ് 100% തികഞ്ഞ് നല്ലൊരു വ്യക്തിയായിട്ടൊന്നും എല്ലാവരും ഉണ്ടാവില്ല. നുണ പറയേണ്ടി വരും. ചെയ്യണ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ തെറ്റുവരും. ചിലപ്പോ കൈ കഴുകേണ്ടോടത്ത് കൈ കഴുകാൻ മറക്കും. അതൊക്കെ ഉണ്ടാവും. അത് നമ്മൾ ശ്രദ്ധിക്കാം. നമ്മുടെ തെറ്റാന്ന് മനസ്സിലായ ഓക്കെ ചേച്ചി അത് ശരിയാണ്, ഞാൻ അത് അടുത്ത വീഡിയോയിൽ ശ്രദ്ധിക്കാം, അത്രേ ഉള്ളൂ. അപ്പൊ തെറ്റുകൾ പറ്റും. അത് വിചാരിച്ച് നിങ്ങൾ സങ്കടപ്പെടേണ്ട. കുറെ വൾഗർ മെസ്സേജ് കമന്റ്സ് വരും. അത് വിചാരിച്ച് നിങ്ങൾ വിഷമിച്ചിരിക്കേണ്ട. അവന്മാരെയൊക്കെ അങ്ങോട്ട് ബ്ലോക്ക് ചെയ്ത് കളയാ. പിന്നെ ഇനി നമ്മളെ എന്ത് വീഡിയോ ഇത് കേൾക്കാൻ ഒരു സുഖമില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ ചേട്ടാ കേൾക്കണ്ട, അവര് ഡ്രാഗ് ചെയ്ത് വിട്ടോട്ടെ. ഇഷ്ടമില്ലാത്ത ആൾക്കാർ കാണാണ്ട് വിട്ടോട്ടെ. നമുക്ക് ഇഷ്ടപ്പെടാം. നമ്മളങ്ങോട്ട് തുനിഞ്ഞങ്ങോട്ട് ഇറങ്ങിക്കോ, ഒക്കെ സക്സസ് ആവും. നമ്മള് മനസ്സുകൊണ്ട് തീരുമാനിച്ച് നമ്മൾ അതിനു വേണ്ടി കഷ്ടപ്പെട്ട് ആത്മാർത്ഥമായിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ പ്രകൃതി നമ്മുടെ കൂടെ നിൽക്കുന്നു പറയുന്നത് കറക്റ്റ് ആണ്, സത്യമാണ്. എനിക്ക് അനുഭവം ഉള്ളതാ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ യൂട്യൂബ് ചാനൽ ഇന്ന് തുടങ്ങണം നാളെ തുടങ്ങണം എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടോ, പെട്ടെന്ന് അങ്ങോട്ട് തുടങ്ങിക്കോ. ഈ വക കാര്യങ്ങളൊക്കെ മനസ്സിൽ തീരുമാനിച്ച് ഇറങ്ങിക്കോ അങ്ങോട്ട്. ഞാനുണ്ട് കൂടെ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നോട് ചോദിച്ചോ. ഈ പറഞ്ഞ കാര്യങ്ങളല്ലാതെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ എന്തൊക്കെ വേണമെന്നുള്ളത് അറിയാൻ, ഇപ്പൊ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ട്, എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിച്ചോ. ഞാൻ എല്ലാ കമന്റ്സും നോക്കാറുണ്ട്. അത്യാവശ്യം വേണ്ട കമന്റ്സിനെല്ലാം റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇനി അടുത്ത പാർട്ടുകളായിട്ട് ഞാൻ എങ്ങനെയാണ് ഇൻകത്തിന്റെ പരിപാടികള്, അങ്ങനെ കുറെ കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടല്ലോ. എത്ര ചേച്ചിക്ക് ഇൻകം കിട്ടി, എങ്ങനെയാ നമ്മൾ മോണിറ്റൈസ്ഡ് ആവുക, എങ്ങനെയാണ് ആദ്യത്തെ ഇൻകം വരിക, എത്ര നാൾ കൊണ്ടാണ് ആവുക, ഇതൊക്കെ ഉണ്ടല്ലോ. ആ ചോദ്യങ്ങളുടെയൊക്കെ ആൻസർ ആയിട്ട് അടുത്ത പാർട്ടുകളായിട്ട് ഞാൻ ഇടാം. അപ്പൊ അതിന്റെ ഇടയിലൊക്കെ നമുക്ക് ഓരോ വ്ളോഗും കാണണ്ടേ. അപ്പൊ പതുക്കെ ആയിട്ട് ഇടാം. പിന്നെ നിങ്ങൾ പറഞ്ഞ ഓരോ സംഭവങ്ങളും ഞാൻ വീഡിയോസ് ആയിട്ട് ഇടാം. ഞാൻ ആഴ്ചയിൽ ഒരു വീഡിയോ അല്ലേ ഇടുന്നുള്ളൂ. അതിന്റെ ഒരു ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് അതങ്ങോട്ട് എത്തിക്കാൻ പറ്റാത്തത്. അപ്പൊ ആദ്യത്തെ ചോദ്യമായിട്ടുള്ള ഹൗ ടു സ്റ്റാർട്ട് എ യൂട്യൂബ് ചാനൽ എന്നുള്ള സംഭവമാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. അപ്പൊ അടുത്തടുത്ത വീഡിയോകളിലായിട്ട് അടുത്തടുത്ത സംശയങ്ങൾ തീർക്കാം. അപ്പൊ അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്ന വരെ ടാറ്റ ബൈ ബൈ, സീ യു.